സ്വർണ്ണവില കുതിച്ചു കയറുകയാണ്. ഓരോ ദിവസവും സ്വർണ്ണവില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 1,00,000-ന് മേലെയായി ഏതാണ്ട് മാർക്കറ്റിൽ നിന്ന് നമ്മൾ പോയി വാങ്ങുന്ന സ്വർണ്ണത്തിൻ്റെ വില. പവൻ്റെ വില ഏതാണ്ട് 95,000. അപ്പോൾ ടാക്സും കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ ഇല്ലെങ്കിൽ പണിക്കൂലിയൊക്കെ കൂട്ടി വരുമ്പോൾ 1,00,000-ന് മുകളിൽ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെയാണ് ഇതിൻ്റെ വർധനവ് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരുന്നതിൽ എന്താവും? ഈ സ്വർണ്ണവില കൂടുന്നതിൻ്റെ കാരണം എന്താണ്? ഈ സ്വർണ്ണവില കൂടുന്നതിന് ഒന്നിലധികം കാരണങ്ങളുണ്ട്. ഒരു കാരണമല്ല, പ്രധാനമായിട്ടും ആൾക്കാർ, അതായത് വ്യക്തികൾ, രാഷ്ട്രങ്ങൾ, വലിയ സ്ഥാപനങ്ങൾ ഒക്കെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നു. അതാണ് ഒരു പ്രധാന കാരണം. നമുക്കറിയാം, ഡോളർ സത്യത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാമ്പത്തിക വിദഗ്ധരും വലിയ അറിവുള്ളവരുമൊക്കെ നമ്മളോട് യുദ്ധത്തിന് വരും. താൻ ആരാടോ ഇതൊക്കെ പറയാൻ? അതുകൊണ്ട് അവരോട് തർക്കത്തിനില്ല. പക്ഷേ നിങ്ങളൊന്ന് പിന്തിരിഞ്ഞ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊന്ന് അന്വേഷിച്ചാൽ മതി, അതിനുത്തരം കിട്ടും. ഡോളർ സത്യത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അമേരിക്ക മാത്രമല്ല, ഒരു പരിധിവരെ യൂറോപ്പും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അത് കാരണം എന്ന് വെച്ചാൽ, ഡോളറിന് പ്രതിസന്ധി നേരിട്ടാൽ തീർച്ചയായിട്ടും അത് യൂറോപ്പിനെ ബാധിക്കും, അവരുടെ യൂറോയെ ബാധിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഞാൻ അതിലേക്കല്ല, നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. നമുക്കറിയാം, പെട്രോ ഡോളർ എന്നൊരു പ്രയോഗമുണ്ട്, അല്ലേ? പെട്രോളിയം പ്രോഡക്ട്സ് ആണ് പെട്രോളിയം പ്രോഡക്ട്സ് ഡോളറിൽ ആണ് വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഈ ലോകരാഷ്ട്രങ്ങളിലെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ബാരലിന്, നമ്മുടെ ക്രൂഡ് ഓയിലിന് ബാരലിന് വില ഏതാണ്ട് $52 വരെ താഴ്ന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും $58, $62 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഒരു വീഡിയോ എടുത്തു, ഇന്ധന വിപ്ലവം, പെട്രോൾ വില ഇനിയും കുറയും, പെട്രോൾ ഡീസൽ വില ഇനിയും കുറയും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. നാളെ അങ്ങനെ സംഭവിക്കണമെന്ന് ഉറപ്പൊന്നുമില്ല, കാരണം സർക്കാരിൻ്റെ കയ്യിലാണ് അതൊക്കെ ഇരിക്കുന്നത്. ഇവിടെ ലോകരാഷ്ട്രങ്ങൾ, എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒരു കേന്ദ്രീകൃത ബാങ്കുണ്ട്. സെൻട്രൽ ബാങ്ക് എന്നാണ് അതിനെ പറയുക. ഇവിടെ നമുക്കൊരു സെൻട്രൽ ബാങ്ക് ഉണ്ട്, അതിൻ്റെ പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. പണ്ടൊക്കെ നമ്മൾ സർക്കാരിന് ഈ പറഞ്ഞതുപോലെ കറൻസി ആവശ്യമുള്ളപ്പോൾ സ്വർണം അങ്ങോട്ട് കൊടുക്കും. സർക്കാർ സ്വർണം അവിടെ കൊടുത്തിട്ട് ഇത്ര കിലോ ഗോൾഡ് കൊടുത്തിട്ട് ആ ഗോൾഡിന് എത്ര അന്താരാഷ്ട്ര മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അതിനെന്താണോ വില വരുന്നത് തത്തുല്യമായ അളവിൽ കറൻസി അടിച്ചിറക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അത് മാറിയിട്ട് ഈ ഗോൾഡ് കൊടുക്കുന്നതിന് പകരം സർക്കാർ ഒരു ബോണ്ട് കൊടുക്കും, സർക്കാർ ചില ഉറപ്പുകൾ കൊടുക്കും. അങ്ങനെ സർക്കാരിന് ആവശ്യമുള്ള അത്രയും കറൻസി ഈ പറയുന്നത് പോലെ റിസർവ് ബാങ്ക് പ്രിൻ്റ് ചെയ്ത് കൊടുക്കും. ഈ ഒരു സംവിധാനത്തിൽ സർക്കാരിൻ്റെ വാക്കിനെ ഇന്ന് ലോകം വിശ്വസിക്കുന്നില്ല. അത് അമേരിക്കൻ സർക്കാരായാലും ശരി, യൂറോപ്യൻ രാജ്യങ്ങളിലെ സർക്കാരായാലും ശരി, ഇന്ത്യയിലെ സർക്കാരായാലും ശരി, ഏത് സർക്കാരിനെയും ഇന്ന് ലോകം പൊതുവെ ഈ കാര്യത്തിൽ, കറൻസിയുടെ വിഷയത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളെല്ലാം സ്വർണത്തിൽ നിക്ഷേപിക്കുന്നു. ഇതാണ് സ്വർണം വലിയ തോതിൽ സെൻട്രൽ ബാങ്കുകൾ, അതായത് ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ അമേരിക്കയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ബാങ്കുണ്ട്, സെൻട്രൽ ബാങ്കുണ്ട്. അത് എല്ലാ രാഷ്ട്രങ്ങൾക്കും, ജർമ്മനിക്ക്, യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം ഉണ്ട്, ഏഷ്യൻ രാജ്യങ്ങൾക്കെല്ലാം ഉണ്ട്. അവരെല്ലാവരും സ്വർണം വാങ്ങിക്കൂട്ടുന്നു, സ്വർണം കരുതൽ ശേഖരമാക്കുന്നു. നേരത്തെ നമുക്ക് ഡോളറായിരുന്നു കരുതൽ ശേഖരം. വിദേശ നാണ്യം എത്ര ഡോളർ നമ്മുടെ കയ്യിലുണ്ട്? കാരണം നമ്മൾ ഡോളർ കൊടുത്താണ് പെട്രോള്, ഈ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഡോളർ എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. ഡോളർ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ഈ എണ്ണ കിട്ടുന്നതിനെ, ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെ, ആ വ്യാപാരത്തെ ബാധിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഡോളർ കൊടുത്തിട്ടല്ല, ഇന്ത്യൻ രൂപ കൊടുത്തിട്ടും, അതുപോലെ എന്തിന് ചൈനയുടെ കറൻസി കൊടുത്തിട്ട് വരെ നമ്മൾ ഡോളർ വാങ്ങുന്നുണ്ട്, യുവാൻ
കൊടുത്തിട്ട് ഡോളർ വാങ്ങുന്നുണ്ട്. അതുപോലെ ഇറാനിൽ നിന്ന് നമ്മൾ പ്രകൃതിവാതകം വാങ്ങുന്നത് ഇന്ത്യൻ രൂപ കൊടുത്തിട്ടാണ്. ഗൾഫിലെ പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ ബിസിനസ് നടത്തുന്നത് ഇന്ത്യൻ രൂപയിലാണ്. ഇനി അതെല്ലാം പോട്ടെ, നമ്മുടെ ഇന്നത്തെ UPI, അതായത് നമ്മുടെ ഡിജിറ്റൽ പണമിടപാടുകൾ, ഇപ്പോൾ ഗൂഗിൾ പേ, പേടിഎം അതുപോലെയുള്ള മീഡിയം വഴി അതിനെ മാധ്യമമാക്കിക്കൊണ്ട് ആ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ നടത്തുന്ന ഡിജിറ്റൽ ഇടപാടുകൾ, ഇവിടെ എവിടെയാണ് കറൻസി വരുന്നത്? എൻ്റെ ശമ്പളം എൻ്റെ ബാങ്കിൽ വരുന്നു, 50,000 രൂപ വരുന്നു, 50,000 രൂപ ഞാൻ ഒരു മാസം കൊണ്ട് ചെലവഴിച്ച് തീർക്കുന്നു. അതെല്ലാം കൂടുതലും ഇന്ന് ഡിജിറ്റൽ പേയ്മെൻ്റ് ആണ്. നമ്മളാരും ATM-ൽ പോയി പണം എടുത്ത് കയ്യിൽ വെച്ച് പണം കൊടുത്ത് ആ കറൻസി കൊടുത്ത് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന പതിവ് ഇന്ന് വളരെ കുറഞ്ഞിരിക്കുന്നു. നമ്മുടെ മുൻ ധനമന്ത്രി P. ചിദംബരം കളിയാക്കിയതാണ്. നമ്മുടെ സംസ്ഥാനത്തൊരു ധനമന്ത്രി ഉണ്ടായിരുന്നു, വലിയ PhD ഒക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ PhD-യെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. തോമസ് ഐസക്. ഈ കേരളത്തെ ഇത്രയും വലിയ കടക്കണിയിൽ എത്തിക്കാൻ ഉത്സാഹിച്ച ആൾക്കാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ചോദിച്ചു, ഇത് എങ്ങനെ ഈ ഡിജിറ്റൽ ഇടപാട് എങ്ങനെ വിജയിക്കും എന്ന്. ചിദംബരവും തോമസ് ഐസക്കും ഒക്കെ വിരുദ്ധ രാഷ്ട്രീയങ്ങളിലാണെങ്കിലും വിരുദ്ധ ധ്രുവങ്ങളിലാണെങ്കിലും ആശയപരമായിട്ട് അവർ ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിന്ന് വലിയ ആക്ഷേപം ഉന്നയിക്കുകയായിരുന്നു. ഇപ്പോഴെന്തായി? ഇന്ന് നമ്മുടെ ഇടപാടുകൾ നടക്കുന്നത് എത്ര ശതമാനം ഡിജിറ്റൽ ഇടപാടാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ രീതിയിൽ ലോകത്ത് മാറ്റങ്ങൾ വരികയും ലോകരാഷ്ട്രങ്ങൾ ഈ കറൻസിയേക്കാൾ കൂടുതൽ വിശ്വാസം അവർക്ക് സ്വർണത്തിൽ വരികയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവർ സ്വർണം കൂടുതലായി വാങ്ങി ശേഖരിക്കുന്നു. ഇപ്പം നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ അടുത്ത് തന്നെ ഏതാണ്ട് 800 ടണ്ണിലധികം സ്വർണമുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഒരു അനൗദ്യോഗിക കണക്കാണ് ഞാൻ പറയുന്നത്, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച കണക്കുണ്ട്. എന്നാലും ഏതാണ്ട് 1000 ടണ്ണിനടുത്ത് സ്വർണം നമ്മുടെ കയ്യിൽ കരുതൽ ശേഖരമുണ്ട്. ലോകത്ത് പിന്നെ അമേരിക്കയുടെ കൈവശമാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉള്ളത്. ഏതാണ്ട് 8000 ടണ്ണിലധികം സ്വർണം അമേരിക്കയുടെ കയ്യിലുണ്ടെന്നാണ് അറിവ്. അതുപോലെ ജർമ്മനി, അങ്ങനെ തുടങ്ങി പല രാജ്യങ്ങൾ, അറബ് രാഷ്ട്രങ്ങളടക്കം. അത് കഴിഞ്ഞ ഇന്ത്യയുടെ സ്ഥാനം 9-മോ 10-മോ ആണ്. ഇന്ത്യ ഈ പറഞ്ഞതുപോലെ ഈ 1000 ടൺ സ്വർണം, 1000 ടണ്ണിനടുത്ത് സ്വർണം റിസർവ് ബാങ്കിൻ്റെ കൈവശമുണ്ട് എന്ന് കരുതിക്കൊള്ളുക. പക്ഷെ മറ്റൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ രാജ്യത്തെ അമ്മമാരുടെ, സ്ത്രീകളുടെ കൈവശം സ്വർണം എത്രയുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് കണക്ക് കൂട്ടിയ, നമ്മൾ ഈ കൊച്ചു കേരളത്തിൻ്റെ കഥ തന്നെ എടുക്കാം. നമ്മൾ ഏതാണ്ട് 3.5 കോടി ജനസംഖ്യയാണ് ഇവിടെ ഉള്ളത്. 3 കോടി കൂട്ടിക്കൊള്ളു. അതിൽ പകുതിയോളം സ്ത്രീകളാണ്. 1.5 കോടി കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ളവരെ മാറ്റിയാൽ 1 കോടി ആൾക്കാരുണ്ടെന്നിരിക്കട്ടെ. ഇതിൽ ഒരാളിൻ്റെ കയ്യിൽ ഒരു തരി പൊന്നെങ്കിലും ഇല്ലാതിരിക്കും. ചില ആൾക്കാർ മതവിശ്വാസത്തിൻ്റെ പേരിൽ സ്വർണം ധരിക്കുന്നില്ല, സ്വർണം ഒഴിവാക്കും. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരുടെ കയ്യിലും സ്വർണമുണ്ട്. ഒരാളിൻ്റെ കയ്യിൽ 1 പവൻ സ്വർണമുണ്ടെങ്കിൽ തന്നെ അത് എത്ര അളവ്, അതിൽ എത്ര തുകയ്ക്കുള്ളതായി എന്നൊന്ന് കൂട്ടി നോക്കൂ. നമുക്ക് പെട്ടെന്ന് കണക്ക് കൂട്ടി എടുക്കാൻ പറ്റാത്ത അത്രയും തുകയ്ക്കുള്ള സ്വർണം ഈ കൊച്ചു കേരളത്തിൽ മാത്രമുണ്ട്. കാരണം നമ്മുടെ എല്ലാം വീടുകളിൽ നോക്കൂ, നമ്മുടെ അമ്മമാരുടെ, പിന്നെ ഭാര്യയുടെ, സഹോദരിമാരുടെ, പെൺമക്കളുടെ ഒക്കെ കഴുത്തിലും കാതിലും ഒക്കെ കിടക്കുന്ന, കയ്യിലും ഒക്കെ കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ തന്നെ എടുക്കൂ. എത്ര സ്വർണം, ഒരാളുടെ കയ്യിൽ 1 പവൻ ഉണ്ടെങ്കിൽ തന്നെ 8 കോടി ഗ്രാം ആയി കഴിഞ്ഞു. അതെ, ഞാൻ അതാണ് പറഞ്ഞത്, ഈ സംഖ്യകൾ പറയാൻ തുടങ്ങിയാൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ ഇത്രയും വലിയ രീതിയിൽ സ്വർണം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. വിദേശങ്ങളിലേക്ക് അവർക്ക് സ്വർണ്ണ ആഭരണങ്ങൾ ധരിക്കുന്ന ഭ്രമമില്ല സ്ത്രീകൾക്ക്. അതുകൊണ്ട് അവർ അങ്ങനെ സ്വർണം ആ രീതിയിൽ ധരിക്കുന്നില്ല. പകരം അവരത് മറ്റു പല രീതിയിലുമാണ്. ഇവിടെ ഇപ്പോൾ ഈ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അത് വ്യക്തികളാകട്ടെ, രാഷ്ട്രങ്ങളാകട്ടെ, സ്ഥാപനങ്ങളാകട്ടെ, അത് ഭൂമിയിലധികം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. നേരത്തെ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, അതുപോലെ വലിയ വ്യവസായങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, ഇതൊക്കെ നിക്ഷേപിച്ചിരുന്നു. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി ഇന്ന് സ്വർണ്ണ നിക്ഷേപം, സ്വർണത്തിൽ നിക്ഷേപിക്കാനാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ കൂടുതൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നു. സ്വർണം വാങ്ങാതെ ഇരുന്ന രാഷ്ട്രങ്ങൾ പോലും, ഈ ആഫ്രിക്കൻ രാജ്യങ്ങളും യൂറോപ്പിലെ ചില രാജ്യങ്ങളും ഒക്കെ ഉണ്ട്, അവർ പോലും ഈ കറൻസിയെ പതുക്കെ മാറ്റിയിട്ട് അവിടേക്ക് സ്വർണം കൊണ്ടുവരികയാണ്, കൂടുതലായിട്ട് സ്വർണം ശേഖരിക്കുകയാണ്. ഇതാണ് സ്വർണത്തിൻ്റെ വിലക്കയറ്റത്തിനുള്ള അടിസ്ഥാന കാരണം. സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കുതിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഇത് അടുത്തെങ്ങും മാറാനിടയില്ല.
ഈ ഡോളറിൻ്റെ തകർച്ച, ഡോളർ എത്ര കണ്ട് തകരുമോ അത്ര കണ്ട് സ്വർണം കയറും. ഈ ഡോളറിൻ്റെ തകർച്ച പൊതുവേ ലോകത്തുള്ള എല്ലാ കറൻസികളെയും ബാധിക്കും എന്ന് തീർച്ചയാണ്. പണപ്പെരുപ്പം നമുക്കറിയാം, ഈ ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുന്നത്, ഞാൻ അതിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും പോകുന്നില്ല. സാമ്പത്തിക വിദഗ്ധരാണ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ കൂടുതൽ യോഗ്യർ. പക്ഷേ നമുക്ക് ജനങ്ങൾക്ക് അടിസ്ഥാന വിവരം ഇതിനെ സംബന്ധിച്ച് കൊടുക്കാൻ കഴിയുന്നത് ഇതാണ്: കറൻസിയേക്കാൾ കൂടുതൽ ലോകം സ്വർണത്തിൽ വിശ്വസിക്കുന്നു. സ്വർണം പറ്റിക്കില്ല, സ്വർണത്തിൻ്റെ മൂല്യം തകർന്നു പോകില്ല എന്ന വിശ്വാസമാണ് സ്വർണത്തിൻ്റെ ഈ കരുതൽ ശേഖരം വർദ്ധിക്കുന്നതിന് കാരണമായിരിക്കുന്നത്. അത് തന്നെയാണ് സ്വർണത്തിൻ്റെ വില വർദ്ധിക്കാനും വില ഇങ്ങനെ കുതിച്ചു കയറാനും കാരണമായിരിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് സ്വർണത്തിൻ്റെ വില ക്രമാനുഗതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതിനി അത്ര പെട്ടെന്നൊന്നും തകർന്നു പോകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ ഇരിക്കുന്ന സ്വർണം, അതുപോലെ മറ്റ് രാഷ്ട്രങ്ങളുടെ കേന്ദ്രീകൃത ബാങ്കുകൾ, സെൻട്രൽ ബാങ്കുകളുടെ കൈവശമിരിക്കുന്ന സ്വർണമെല്ലാം എല്ലാവരും അങ്ങ് വിറ്റഴിക്കാൻ തീരുമാനിച്ചാൽ സ്വർണത്തിൻ്റെ വില ഇടിയും എന്ന് നമുക്ക് കരുതാം. അപ്പോഴും ഞാൻ ഉറപ്പ് പറയുന്നില്ല സ്വർണത്തിൻ്റെ വില ഇടിയും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. പക്ഷേ സ്വർണത്തിൻ്റെ വില ഇടിയാൻ സാധ്യതയുണ്ട്. പെട്ടെന്നത് സംഭവിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പെട്രോളിയം പ്രോഡക്ട്സ്, ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങൾ, അതിൻ്റെ ഉപയോഗം ഇനി പതുക്കെ കുറഞ്ഞു വരും. കാരണം ലോകം ഇലക്ട്രിക് വെഹിക്കിളിലേക്ക്, വൈദ്യുതി വാഹനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ടെസ്ലയൊക്കെ എന്തുമാത്രം വലിയ രീതിയിലാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. ചൈനയിൽ എന്തുമാത്രം പ്രൊഡക്ഷൻ നടക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിലും ടെസ്ലയുടെ യൂണിറ്റ് വരാൻ പോവുകയാണ്, ഫാക്ടറി വരാൻ പോവുകയാണ്. എന്തുമാത്രം ഈ വാഹനങ്ങൾ, വൈദ്യുതി കൊണ്ട് ഓടുന്ന വാഹനങ്ങൾ, ബാറ്ററി കൊണ്ട് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററി ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾ വലിയ തോതിൽ വരാൻ പോവുകയാണ്. അത് ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ ഡിമാൻഡ് കുറയ്ക്കും. അപ്പോൾ ഡോളർ വീണ്ടും താഴോട്ട് പോകും. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ന് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന, നിക്ഷേപിച്ചിരിക്കുന്നത് ഭാവിയിൽ എന്തായിത്തീരും എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. ഇപ്പോൾ തന്നെ ഈ ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്ന ഇടപെടലുകൾ, ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ എതിർക്കുന്നു, ഇറാനിൽ നിന്ന് വാങ്ങുന്നതിനെ എതിർക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. എന്നിട്ട് ഫോസിൽ ഇന്ധനങ്ങൾ അമേരിക്കൻ കമ്പനികളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ വലിയ സമ്മർദ്ദം ലോക രാഷ്ട്രങ്ങൾക്ക് മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ്. അതിനുവേണ്ടിയാണ് ട്രംപ് ഈ നാടകങ്ങൾ മുഴുവനും നടത്തുന്നത്. ഈ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചത്, ഇരട്ട ചുങ്കം ഏർപ്പെടുത്തിയതൊക്കെ ഈ ട്രംപിന്റെ താല്പര്യങ്ങൾ, ട്രംപിന്റെ ബിസിനസ്, അമേരിക്കയുടെ ബിസിനസ്സൊക്കെയാണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത്. അവർക്കത് മാത്രമേ ഉള്ളൂ. അതിനെ എങ്ങനെ വളർത്താം, അതിലെങ്ങനെ കൊള്ള ലാഭം കൊയ്യാം എന്നൊക്കെയാണ് ട്രംപിന്റെ നോട്ടം. പക്ഷേ അതെല്ലാം പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇപ്പോൾ വരുത്തിയ ഈ ഉട്ടോപ്യൻ പരിഷ്കാരങ്ങൾ, ഈ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചത്, ഇരട്ട ചുങ്കം ഏർപ്പെടുത്തിയതൊക്കെ അമേരിക്കയ്ക്ക് വലിയ തോതിൽ ഭീഷണിയായിരിക്കുകയാണ്. അത് തിരിച്ചടിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ജനത ഇന്ന് തെരുവിലാണ്. എത്ര ലക്ഷം പേരാണ് അമേരിക്കയിലെ മുഴുവൻ നഗരങ്ങളിലും ചെറുപ്പക്കാർ തൊഴിൽ നഷ്ടപ്പെട്ട് തെരുവിലിറങ്ങിയിരിക്കുന്നതെന്ന് നമ്മളൊന്ന് കണക്കെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അവിടുത്തെ വാർത്തകൾ അധികം നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ ഈ രാഷ്ട്രീയക്കാരുടെ പറാട്ട് നാടകവും ശബരിമലയിലെ സ്വർണം കളവ് പോയതും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ചർച്ച ചെയ്യണം, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ലോകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം. ഇവിടെ ഈ പറഞ്ഞതുപോലെ സ്വർണത്തിൻ്റെ വില കുതിച്ചു കയറുകയും മറ്റു പലതിൻ്റെയും കറൻസി അടക്കം അതിൻ്റെ എല്ലാം വില ഇടിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഈ വ്യത്യാസം വരുന്നതിന് കാരണം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അപ്പോഴാണ് ഈ സ്വർണത്തിൻ്റെ പുറത്ത് നിക്ഷേപിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ വിശ്വാസ്യത, സ്വർണത്തിന്മേലുള്ള അവരുടെ വിശ്വാസം, അതാണ് ഇതിലേക്ക് നയിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും.